Hey, yo, what's up, everybody in the chat? Welcome back to another live stream. ഇന്നൊരു ശരിയായ ഗസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് ക്ലൂ തരാം. ഓക്കെ, നിങ്ങൾ ഗസ് ചെയ്യും ആരാന്ന് ഗസ് ചെയ്യും. ഓക്കെ, ചാറ്റിൽ എല്ലാവരും ഗസ് ചെയ്യും ആരാണ് സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് എല്ലാവരും ഗസ് ചെയ്യും. ഓക്കെ, നമ്മൾ മുമ്പ് ഇയാളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് മാസം മുമ്പ്. അയാൾ ഒരിക്കലും നമ്മുടെ സ്ട്രീമിൽ വരൂല നമ്മൾ വിചാരിച്ചത്, പക്ഷെ അയാള് വരാൻ പോകുന്നത്. സൈക്കോ അല്ല, സ്പെഷ്യൽ ഗസ്റ്റ് അല്ല, എന്റെ ഉപ്പാപ്പ നായിന്റെ അമല ഒരു ഉപ്പാണോ സ്പെഷ്യൽ ഗസ്റ്റ്. ഇപ്പൊ സ്ട്രീമിൽ അങ്ങനെയുള്ളൊരു കാലം എത്തുവോ? കുറെ കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെയല്ല ആവോ? എടാ, ഞാൻ ഒന്ന് സെറ്റായിട്ട് വേണം ഉപ്പാനെല്ലാം പോയിട്ട് ഒന്ന് ഓക്കെ ആക്കും, ഉപ്പാനോടെല്ലാം മുണ്ടി ഓക്കെ ആക്കും. ഒരു ദിവസം ഉപ്പാനെല്ലാം കൊണ്ടുവരണല്ലേ ലൈവില്. അയാളെ കുറെ കൊല്ലം എടുക്കണം. അതെല്ലാം എനക്ക് ഞാൻ ഒരു നിലയിൽ എത്തണം, എന്നാലും എനിക്ക് ഉപ്പാനോട് സംസാരിക്കാൻ കഴിയും. എന്തായാലും കുറച്ചേറ്റ് വരും. നിങ്ങളെ ഗസ്സെല്ലാം തെറ്റി കുറച്ചേറ്റ് ആള് വരും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, എടാ അമീനെ കൊണ്ടുവരാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടാ, സത്യം പറയാലോ. അമീൻ വന്നില്ലെങ്കിൽ ഞാൻ മരണ ഹാപ്പി ആയിട്ടുണ്ടോ, കാര്യം പറയാലോ. എടാ, ഞാൻ രോഗിയായടാ, സത്യം പറഞ്ഞ എനിക്കിപ്പോ കൊറേ രോഗങ്ങളായടാ. എടാ കാര്യമാടാ, എനിക്ക് കൊറേ രോഗങ്ങളായടാ. ഇതാ കൊറേ ഞാൻ പറഞ്ഞിട്ട് ഇതെന്റെ ഹോസ്പിറ്റൽ സാധനങ്ങൾ. ഇതാ മറ്റേ കൊറേ ഗുളിക, പിന്നെ ഇതാ കൊറേ ഗുളികകളുണ്ട് എനിക്കിപ്പോ. ഞാൻ ശരിയായ രോഗിയാടാ, സത്യം പറയാം. ഞാൻ ശരിയായ രോഗിയായി, കാര്യം പറയട്ടെ. ഞാൻ പെട്ടെന്ന് ചത്തുവെന്ന് എനിക്ക് സംശയം ഉണ്ടോ കാര്യം. അതെ, ഈ സാധനം പേര് ഉണ്ടോ എനിക്ക്? ഈ സാധനം പേര് ഉണ്ട് എനിക്ക് എന്തെല്ലോ മറ്റേ പേരല്ല ഞാൻ മറന്നത്, എന്തെല്ലോ രോഗങ്ങളെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ചത്തുപോകുന്ന എനിക്കൊരു പേടിയുണ്ട്, മനസ്സിലാവും. അപ്പോ മാക്സിമം നല്ല കുറച്ച് കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് ചാവാം. ഓക്കെ, എന്റെ ആഗ്രഹം എന്താ പറയുക, ഞാൻ ചാവുന്ന ദിവസം എനിക്ക് ലൈവ് ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം. എടാ, എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണോടാ. ഇതൊരു കിടിലം. എടാ, നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു കിടിലം വണ്ടി ഇറക്കണം. ഞാൻ നോക്കട്ടെ, ഞാൻ പറയട്ടെ. ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഞാൻ പുതിയ വണ്ടി വാങ്ങും. ഓക്കെ, നമുക്ക് ആ ചങ്ങായിട്ട് കളിച്ചാലോ? എടാ, ഫാൽക്കൺ പ്രോ ആയിട്ട് പബ്ജി കളിച്ചാലോ? എന്താ പറയുന്നത്? എടാ, ചങ്ങായിട്ട് പബ്ജി കളിക്കാം. ചങ്ങായി ചെറിയ വാച്ച് ഞാൻ ഇരുന്ന് സ്ട്രീം ചെയ്യുന്നുണ്ടാ. ചങ്ങായിട്ട് പബ്ജി കളിക്കാം. നമുക്ക് കുറച്ച് ചങ്ങായിട്ട് പബ്ജി കളിക്കട്ടെ. ഓർമ്മിക്കണം എല്ലാം എന്റെ ഉപ്പാനിട്ട് ആട്ടാൻ വേണ്ടി വണ്ടി നായിന്റെ മോനെ. വണ്ടി മനുഷ്യർക്ക് ഒരു കഷ്ടപ്പെട്ട് തട്ടിക്കൂട്ടി അങ്ങനെ ഒരു വണ്ടി ഒപ്പിക്കാൻ വിചാരിക്കുമ്പോഴേക്ക് കുറെ എണ്ണം കളിയാക്കാൻ വരും. എന്താ പറയുക പേര്? നഗുൽ CV, കോൾ ഫസി, കോൾ മുനു എന്നല്ല കുറയും. ഇതെന്താ കോൾ മുനു ഇന്ന് പതിവില്ലാണ്ട് കൂടുതൽ സ്ട്രീമിൽ തൂറുന്ന? നിന്റെ ബായി തുറന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കേ, തൂറിത്തരാ നായന്റെ. അടി ഇതെന്താ മുനുവിനെ കോൾ ചെയ്യാൻ പറയുന്ന എല്ലാരും? ആദ്യം പല്ലിന് ക്ലിപ്പിട് എന്നിട്ട് മതി കാറുന്ന. എടാ, എന്തോടാ പറയുന്നത്? പല്ലിന് ക്ലിപ്പിടാൻ വേണ്ടി. എടാ എടാ എന്റെ പല്ല് ഓക്കെ. എടാ മുനു, എടാ എന്റെ എടാ തിരക്കാ തിരക്ക് കാണിച്ചേ. നീ തള്ളല്ല, നീ എപ്പം വിളിച്ചാലും ഇപ്പൊ തിരക്കെന്നാ പറയുന്നത്. കാണിച്ച ഓ നല്ല തിരക്കാന്നല്ലോ. എടാ, വ്യൂവേഴ്സ് എല്ലാരും നിന്നെ വിളിക്കാൻ പറഞ്ഞ, അതുകൊണ്ട് വിളിച്ചതാണ്. നീ ഒരു 2 മിനിറ്റാ. എടാ, ഇങ്ങോട്ട് വിളിക്കണ്ട, നീ തിരക്ക്, നീ പണിയെടുത്തോ. ഒരു 2 മിനിറ്റ് അതിന്റെ സുഖവിവരം പറ വ്യൂവേഴ്സിനോട്. എന്താ മൈ പേഷ്യൻസ് നിനക്ക് എന്താ ഇതിന്? ഐ ഹാഡ് മൈ പേഷ്യൻ ടെസ്റ്റഡ്, ഐ ആം നെഗറ്റീവ്. ഓ രാമോയി എടാ, പണിയെടുത്ത് കഴിഞ്ഞിട്ട് വിളിക്ക്. ഓക്കെ, ബൈ. എടാ, ഓൻ ശരിയായ ഫുൾ ടൈം തിരക്കിലാണ്. ഓൻ തട്ടുകടയിൽ ഫുള്ള് പുട്ടും മുട്ടയും ഓംലെറ്റും പത്തലും ബീഫും ആണ് പരിപാടി ഇപ്പൊ, മനസ്സിലായോ? ചെറിയ പരിപാടിയല്ല, നിങ്ങൾ വിചാരിച്ച പോലെയല്ല. തിരക്ക് വന്നു കഴിഞ്ഞാ പിന്നെ നിന്ന് ഇരിയാൻ കഴിയില്ല ചെക്കന്, മനസ്സിലായോ? എടാ, ഞാൻ മിക്കവാറും ഇപ്പൊ ഈ ഇടക്കന്നെ ചാവുന്ന കേട്ടോ, വല്ലാണ്ട് കുരക്കുന്നാണ് ഇപ്പൊ, ചുമച്ചോണ്ടിരിക്കുന്നു. എടാ, ഇതെന്ത് അടി ഈ വീഡിയോ
എന്തോ ഭാഗ്യത്തിന് സാമാനൊന്നും കണ്ടിട്ടില്ല. എടാ വാണം വിടുന്നല്ല, എടാ വാണം വിടുന്നല്ല, ഞാൻ തൂർന്നേ വാണം വിടുന്നല്ല. എടാ എന്താണ് പറ നിക്ക് 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 എല്ലാം നായനാ മോനെ, നിനക്കൊരു നാണവും മാനവും ഇല്ല. നീ അത് എടുത്ത് അങ്ങനെ തന്നെ ഇട്ട് ഡിസ്കോഡില് ഫേക്ക് അക്കൗണ്ട് വന്നിട്ട്. എടാ നീ എന്തൊരു നാറിയാന്നാ, നീ എന്തൊരു നാറിയാന്ന്. എന്ത് കോമഡി അല്ലേ? അതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിലോ, എന്തെങ്കിലും ഇപ്പൊ യൂട്യൂബിലാണ് എനിക്ക് ബാങ്ക് കിട്ടിയിട്ടുണ്ടോ? എടാ ഇതിൽ ബാങ്ക് കിട്ടേണ്ടതാ, അല്ലെങ്കിൽ ബാങ്ക് കിട്ടണം. ലോക്കോലായാലും ബാങ്ക് കിട്ടേണ്ട സാധനമാണ്. എന്ത് നോട്ട്? ഞാൻ കക്കൂസിലിരിക്കുന്നതാടാ മൈല, എനിക്ക് എടുത്തിടാൻ കണ്ടിട്ട്. എന്തൊരു നാറിയാന്നടാ നീ. നിന്റെ എല്ലാ കഥകളും ഞാൻ ഇവിടെ പറയൂ. ഞാൻ പരിപ്പോടെ കട്ടിട്ട് പിടിച്ചോനാ നിന്നെ. പരിപ്പോടെ കട്ടിട്ട് പിടിച്ചിന്, പരിപ്പോടെ കട്ടെടുത്തിട്ട് എന്റെ വീട്ടിലെ ഇന്റെ ഉപ്പ ഉണ്ടായിരുന്നു നായിന്റെ മോനെ. നീ എന്റെ വീട്ടിലെ വാഷ് ബേസിലെ തൂറി ഇട്ടിട്ട് ഓടിയോനാ നീ. കേട്ടില്ല? നീ ഇവിടെ വർത്താനം പറയല്ല. നിക്ക് നിക്ക് ഇങ്ങോട്ടേക്ക് വാ, ഞാൻ കാണിച്ചരാ. അല്ല ഇങ്ങോട്ടേക്ക് വാ, അത് ഞാൻ ബാക്കി കാണിച്ചുതരാം. നിന്റെ കൊറേ വീഡിയോ എന്റെ ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. അടെ ഇത് ജാസിയല്ലേ? അടെ ഞാനും പെട്ടെന്ന് കണ്ടിട്ട് എന്താ അത് ആരാന്ന് ആലോചിക്കുന്നത് ഞാൻ. അണ്ടിയുള്ള താത്ത. അടെ ഞാൻ പറയട്ടെ ട്രാൻസ്ജെൻഡേഴ്സിന് നമ്മള്, ഞാൻ കാര്യം പറയട്ടെ, ട്രാൻസ്ജെൻഡേഴ്സിന് നമ്മൾ അങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് റെസ്പെക്റ്റോടെ കാണണം. അവർക്കും ജീവിക്കണ്ടേ, അവരും മനുഷ്യന്മാരല്ലേ. മയിര് വിട്ട വാണം തലയിൽ കയറി കുടുങ്ങി. വാണം വിടുന്നവർ സൂക്ഷിക്കുക. ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയും കണ്ടും വാണം വിടുക, ഇല്ലെങ്കിൽ വാണത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ കുഴലിന്റെ ഇടയിൽ ഓയിൽ കുടുങ്ങി ചത്തു. വാ കളിച്ചാലോ. ഇത് വാങ്ങിയിട്ട് കളിക്കാൻ മുട്ടിയിരിക്കാന്നേ. സത്യം പറയാലോ, ഒരു കളി കളിച്ചാ ഇല്ല. ഞാൻ ഒരു കാര്യം പറ്റേ, നല്ലൊരു കളി കളിച്ചാൽ എല്ലാ പ്രശ്നവും തീരും. ഞാൻ കാര്യം പറയാലോ, എന്റെ ഒരേ ഒരു പ്രശ്നം കളി കിട്ടാത്തതാണ്. എനക്ക് അല്ല, ഞാൻ കാര്യം പറയാം, എനിക്കൊരു കളി കളിക്കണം. ഞാൻ കളിക്കാൻ മുട്ടിയിരിക്കുന്നത് സത്യം പറയാൻ. ഞാൻ നല്ല കളിക്കാൻ മുട്ടിയിട്ടാണ്. തള്ളി പറഞ്ഞവരെ കൊണ്ട് തന്തക്ക് പറയിപ്പിച്ച ഐറ്റം. പറയുന്നവർ പറയട്ടെ, നീ പോയി തൃശ്ശൂർ റൗണ്ടിൽ കുനിഞ്ഞു നിൽക്കും. ഇന്ന് നിന്നെ കളിയാക്കുന്നവർ നാളെയും മറ്റന്നാളും കളിയാക്കും. മുട്ടാൻ നിൽക്കണ്ട, തീട്ടം വരും. അല്ല ജാസി എന്തോ അടിക്കാനായിട്ട് വരുന്നതെന്ന്. ഒരു മിനിറ്റ്, ഗസ്റ്റ് വെറുതെ ഗസ്റ്റ്. ഓക്കെ ഇന്നത്തെ ഗസ്റ്റ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗസ്റ്റിനെ കൊണ്ടുവരാം. ഓക്കെ, പണ്ട് ഞാൻ വീട്ടിൽ നല്ല സ്ട്രീം ചെയ്യുമ്പോൾ അത്രയും എന്നെ, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാണ്ട് എന്നെ അത്രയും സ്ട്രീമിൽ ഹെയ്റ്റ് ചെയ്ത ഞാൻ സ്ട്രീം ചെയ്യുന്നതിന് എന്റെ ബേസിക്കലി എന്റെ ഫസ്റ്റ് ഹെയ്റ്റർ. മനസ്സിലായോ? ഞാൻ സ്ട്രീം തുടങ്ങുന്ന കാലം തൊട്ടുള്ള എന്റെ ഫസ്റ്റ് ഹെയ്റ്റർ. ഓക്കെ, പക്ഷെ ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് എന്റെ സ്ട്രീമിൽ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത്രയും ഞാൻ കുറെ കാലം ഇവരോട് ചോദിച്ചിട്ടുണ്ട്. വേറെ ആരും അല്ല, എന്റെ സ്വന്തം ബ്ലഡ് ആണ്. ഓക്കെ, എന്റെ നേരെ ബ്രദർ. ഓക്കെ, വാ ഇരിക്ക് വാ, കസാല വെക്ക്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഇസ് മൈ ബ്രദർ ഷാനു. എന്റെ സ്വന്തം അനിയനാണ്. ഞാൻ പറയട്ടെ, എന്റെ സ്ട്രീം പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയാം. ഞാൻ ഫസ്റ്റ് ടൈം സ്ട്രീമെല്ലാം ചെയ്ത ടൈം ഇവൻ വന്നിട്ട് ഇടങ്ങാറക്കും. ഇവ എന്നെ സ്ട്രീം ചെയ്യാൻ വിടൂല. ഇവൻ അത്രയും എന്റെ ഇതാണ്, ഡീമോട്ടിവേഷന്റെ എക്സ്ട്രീം ഉള്ള ഒരുത്തരാണ് ഇവൻ അത് ശരിയായ വില്ലൻ. ഫസ്റ്റ് ടൈമിൽ എന്റെ സ്ട്രീം കാണുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മളെ സ്ട്രീമിലെ മെയിൻ വില്ലൻ ഇവനായിരുന്നു. എന്റെ സ്ട്രീമിനെ സമ്മതിക്കൂല, ഞാൻ മോശമാണ് ഇതാന്ന് പറഞ്ഞു. ആദ്യം കത്തി കയറിയപ്പോ അവര് നല്ല പ്രഷർ വന്ന്. ഇപ്പൊ ഉണ്ട്, എന്നാലും ഇപ്പൊ അങ്ങനെ വലിയ പ്രശ്നമില്ല, കുഴപ്പമില്ലാണ്. മെയിൻ്റെ ആക്കയില്ല അത്ര തന്നെ. ഇപ്പൊ എന്ത് മൈൻഡാക്കല്ല നീ. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ,
ഞാൻ സ്ട്രീം ചെയ്ത ടൈമില്ലേ, ഞാൻ ലിറ്ററലി ഒരു ദിവസം സ്ട്രീം കഴിഞ്ഞിട്ടില്ലേ, ഞാൻ സ്ട്രീം ചെയ്തതിന് ഇവൻ എന്നെ തല്ലിയിട്ടുണ്ട്, ഇവൻ എന്നെ അടിച്ചിട്ടുണ്ട്, ഫാൻ എടുത്ത് അടിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർമ്മയുണ്ട്. ഇവൻ ലിറ്ററലി എന്നെ അടിച്ചിട്ടുണ്ട്. കാല് പിടിച്ചോണ്ടാ വന്നിരിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ലാണ്ട് ഇതാ നേരെ രാവിലെ മുതലേ എന്റെ കാല് പിടിക്കുന്നല്ലേ, അതുകൊണ്ട് വന്നിട്ട് 5 മിനിറ്റ് ഇരിക്കാന്ന് വിചാരിച്ചു, അല്ലാണ്ട് ഒന്നുമില്ല. അനക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നീ വന്നിട്ട് ഇരിക്കണം, കാരണം നീ അത്രയും എന്റെ സ്ട്രീം ചെയ്യാൻ സമ്മതിക്കാത്ത എടുക്കണം. അപ്പൊ നീ എന്റെ സ്ട്രീം വന്നിരിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ കാര്യം പറയാലോ. അനുരാഗ് കെ ഡൊനേറ്റഡ് 60 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പിയുടെ ബ്രദറാണ് ബെറ്റർ ലുക്ക്. എടാ തൊപ്പിയുടെ ബ്രദറാണ് ബെറ്റർ ലുക്ക്. എടാ ഇവന്റെ തല്ലലുണ്ടടാ, ഞാൻ ലൈവ് ചെയ്യുന്നതിന് വേണ്ടിട്ട് എന്നെ അടിക്കലുണ്ടടാ ഇവൻ. ഡബ്ല്യു ബ്രദർ എന്നിട്ട് നീ എന്താ പറയാ, നമ്മ അടിയായിട്ടില്ലാതാ, അടിയായിട്ടില്ലാന്ന് പറയുന്നത്. റൂമിന്ന് മാങ്ങാട്ട വീട്ടില് റൂമില് ഉന്തും തള്ളുവാ, ഫാൻ എടുത്ത് അടിയല്ലായില്ല, അതറിയോ? ഫാൻ എടുത്ത് അടിയായത് ഓർമ്മയില്ല, അടിക്കാൻ വന്നില്ലേ? സ്വന്തം ആട്ടറ, സ്വന്തം ബ്ലഡിന് അടിക്കാൻ വന്നില്ലേ? നീ ഒരടി തന്നെ അടിച്ച്, അതൊക്കെ ഓർമ്മ ഇനിയും അടിക്കുന്നടാ. ബ്രോ എടാ എന്റെ അനിയൻ നായിന്റെ മക്കളെ, ഇതെന്റെ അനിയനാണ്. എന്റെ മരവിച്ചൊരു 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പിയുടെ ബ്രദർ സിംഗിൾ ആണോ? സിംഗിൾ ആണോ? ഞാൻ ഒരു കാര്യം പറട്ടെ, ഇവന് ഇനിയും അങ്ങോട്ട് സിംഗിൾ ആയിരിക്കും. ഇതുവരെ സിംഗിൾ ആണ്, ഇനി അങ്ങോട്ടും സിംഗിൾ ആയിരിക്കും. ഇവര് പെണ്ണ് കിട്ടൂല, ഞാൻ കാര്യം പറയും, ഇവര് പെണ്ണ് കിട്ടൂല. ഇവന്റെ ഇത് വെച്ചിട്ട് ഇവന്റെ മൂഡ് നോക്കടാ, ഇവര് ആര് പെണ്ണ് കൊടുക്കാനാടാ? ഇവന് ആരും പെണ്ണ് കൊടുക്കൂല. കിട്ടുന്നില്ല, അതായത് ട്രൈ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോ കിട്ടുന്നില്ല. അതാണ് ചങ്ങായി, നല്ല ആഗ്രഹമുണ്ട് ഒരു പെണ്ണ്, എങ്ങനെങ്കിലും ഒരു പെണ്ണ് തെറ്റായെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു പാവം ചങ്ങായി. അപ്പൊ ഓക്കെ, ശരി എന്നാ. എവിടെ പോന്നടാ, നിക്കടാ, എടാ എന്താടേ, എടാ പൊന്നനിയാ ബ്ലഡ്. എടാ സ്നേഹമില്ലാത്ത അനിയന്മാരിൽ ഞാൻ പറയട്ടെ, സ്നേഹമില്ലാത്ത അനിയന്മാരിലുണ്ടായ ഇങ്ങനെ ഉണ്ടാവും, സ്നേഹമില്ലാത്ത അനിയന്മാരിലുണ്ടായ ഇങ്ങനെ ഉണ്ടാവും. കാര്യം പറയല, ഞാൻ അത്രയും 3-4 മാസം ഇവരോട് കയറാൻ പറ്റും, സ്ട്രീമിൽ കയറാൻ പറ്റും. ഇപ്പാന്ന് എനിക്ക് കേറാന്ന് പറഞ്ഞു. ഹലോ ഹലോ ഇക്ക ഇക്ക ഇക്കോയ് എന്തെന്റെ പെണ്ണെ, അതെ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ് തരാം, ഒരു മിനിറ്റ് പോളെ, 10 മിനിറ്റ്. എടുത്തോ കിട്ടിയില്ല, അത് കൊടുത്തിട്ട് പോയിക്കോ മോളെ. Same but different. No money, no honey. Good boy goes to heaven. Bad boy goes to Bangkok. Same but Same but different. No money, no honey. Good boy goes to heaven. Bad boy goes to Bangkok. ബ്രോ നോക്കി വണ്ടി ഓടിക്കുന്ന അതിന്റെ മോനല്ലോ, മാറാ. ഞാൻ ഇതിൽ പഠിച്ച സ്ഥിതിക്ക് എനിക്ക് റിയൽ ലൈഫില് ലൈസൻസ് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം ശിവദാസ് ആർ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി പല്ലുകൊണ്ട് സ്റ്റിയറിംഗ് ചെയ്യ സിമ്പിൾ ആയിരിക്കും. കുണ്ട സ്റ്റിയറിംഗ് ചെയ്യാൻ ഇങ്ങനെ സ്റ്റിയറിംഗ്. ഒരു മിനിറ്റ് ഇങ്ങനെ സ്റ്റിയറിംഗ് അതിൻ്റെ പോലെ നോക്കിയല്ല എന്തെല്ലാം കാണണോ? പല്ലിനെ കൊണ്ട് ശരിക്കും സ്റ്റെയർ ചെയ്യാൻ പറ്റുമോ? ഹലോ ആരാ? ഇപ്പൊ മനസ്സിലായോ ആരാന്ന്? ഇത് ആരാന്ന്? നീ ഏതാന്നടി? നീ അല്ല, നിന്നൊന്നൊക്കെ അറിയില്ല. ഓ ശരി. ഫസിയല്ലേ ഇത് കാണുന്നുണ്ട്. ഈ പെണ്ണിനെ എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഫസി, നീ ഇത് കാണുന്നുണ്ട്, എനിക്ക് ഇവളെ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് നീ വാവച്ചി എന്ന് പറയുന്ന അവളെ ഞാൻ കാണുന്നു. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവളെ. പല്ലിനെ കൊണ്ട് ഓടിക്കണം.
ഓക്കെ മിഷൻ കംപ്ലീറ്റ്. എടാ ഞാനിത് പഠിച്ചോളാം. വണ്ടി ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡ് വരുന്ന ഓഫ് റോഡ് വണ്ടി ഓഫ് റോഡ് ഇത് എടാ ലോറി 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 പേരെന്താണ്? പേരണ്ടി. ആ ബായ് പോട്ടെ. അല്ല ഒരേ പിടിക്കണം. ഒരു അത്യാവശ്യം എന്റെ ഭാര്യക്ക് വയറിളക്കാൻ ഒന്നിറങ്ങോ പ്ലീസ് ബ്രോ. ഒന്നിറങ്ങോ ഒരു അത്യാവശ്യം എമർജൻസി ഹോസ്പിറ്റൽ കേസാണ്. അല്ലെങ്കിൽ എന്റെ ഭാര്യ കുണ്ടി പൊട്ടിച്ചാവും പ്ലീസ്. കുണ്ടിയിലേക്ക് ഏത് സുഖോടാ ഏത് വണ്ടിയാടാ കുത്തേ അതാ മോനെ വൈകുന്നേരം വരാ കുണ്ടച്ചി മക്കളെ. അങ്ങനെ ഞാനൊരു ഡ്രൈവറായാലേ. എടാ ഇനി എനിക്ക് റിയൽ ലൈഫിൽ വേറെ ലൈസൻസ് കിട്ടും തോന്നല്ലേ? അവിടെ ഞാനേത് ഡ്രൈവറാ എന്റെ മുത്ത. ഏത് സാധനടാ ഞാന്. എടാ ഫാൽക്കൺ ബ്രോ കാത്തിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഫാൽക്കൺ ബ്രോ കാത്തിക്കുന്നുണ്ട്. നമുക്ക് ഫാൽക്കൺ ബ്രോന്റെ ഒന്നിച്ച് പബ്ജി കളിക്കാം. ബ്രദർ വാട്സാപ്പ് സുഖല്ലേ? എന്താ അവസ്ഥ? താങ്ക് യു സോ മച്ച് തൊപ്പി ബ്രോ. ലോബിയില് തൊപ്പി ബ്രോയുടെ ഞാൻ ലോബിയില് ഈശ്വര ജോമോൻ ഡൊനേറ്റഡ് 50 രൂപ ത്രൂ ഗൂഗിൾ പേ. റാപ്പ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പോയി 2 വളിവിട്. രണ്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഒന്ന് വിട്ടരാം. അത് നീയും നിന്റെ ഉപ്പിയും എല്ലാരും കൂടി ഒന്ന് ഷെയർ ചെയ്തോ. ഒരെണ്ണം ഞാൻ വിട്ടരാം. അത് വീതിച്ചെടുത്തോ. കുടുംബത്തിലെല്ലാം ഞാൻ പറയുന്നത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാരും വീതിച്ചെടുത്തോ. അത് കഷ്ടപ്പെട്ട ആർട്ടിസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട്, മനസ്സിലായോ? കഷ്ടപ്പെട്ട് ഇരുന്നിട്ടാണ് ഓരോ വരികൾ എഴുതുന്നത്. ക്രിയേറ്റീവായിട്ട് ഓരോന്ന് ചിന്തിച്ച് ഓരോ വരികൾ എഴുതുന്നത് കഷ്ടപ്പെട്ടിട്ടാണ്. എടാ നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്, മനസ്സിലാവും. അരുൺ കൃഷ്ണ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നിന്നെ ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ കണ്ടു. പ്രഡിക്ഷൻ ലിസ്റ്റാ? അവിടെ ബിഗ് ബോസിലെ ആണ്ട് ബിഗ് ബോസിലെ ആണ്ട്. അവിടെ ഞാൻ പറയട്ടെ, അവിടെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനാണ് വിളിക്കാൻ പോയത്. അടിപൊളി കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കൊരു പേജ് അയച്ചെന്നാണ് ഒന്ന് ഈ സാധനം. അവിടെ പക്ഷെ ഇത് ഞാൻ ഇടൂല. അവിടെ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഈ ഹൈറ്റുള്ള ബൂട്ട്സ് ഞാൻ ഇടാത്ത അറിയോടാ. ഇത് കൗബോയ് ബൂട്ട്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ കുണ്ടന്മാർ ഇടുന്ന സാധനം. ഇത് ഞാൻ ഒരിക്കലും ഇടൂല എന്തായാലും. ഓക്കെ, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഇത് ഞാൻ ഇടും. ഈ സാധനം ഞാൻ ഇടും. ശരിയായ എനക്ക് ആകെ ഇഷ്ടമുള്ളൊരു സാധനം ഇതാണടാ. ഓഗി കാര്യം പറയാല. ഇത് ഞാൻ ഇടും. ഇത് പൊന്നു പോലെ സാധനമാണ്. ഇതൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടടാ. എടാ നമുക്ക് ഇതെല്ലാം ഗിവ് അവേ കൊടുത്താലോ? എന്താ പറയുന്നത്? മൊത്തം വാച്ചാണ്, ഇഷ്ടംപോലെ വാച്ച്. എന്തിനാന്നറിയില്ല, കാര്യം പറയാലോ. പക്ഷെ ചങ്ങായി അയച്ചു തന്നിട്ട് ഇതെല്ലാം. സെബാസ്റ്റ്യൻ പി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നീ ഒരു കുണ്ടനല്ലേ? ഷൂ നീ തന്നെ ഉപയോഗിച്ചോളൂ. ആടാ മോനെ, നിനക്കെല്ലാം ഗിവ് അവേ തരാന്ന് വിചാരിച്ച അന്നെ അടിക്കണോടാ. എന്റെ മൂക്കിൽ ആരെങ്കിലും വന്ന് കുത്തണം. തൂറി പോസ്റ്റ് ഇടുന്ന ഞാൻ പറയും നിന്റെ ഷോൾഡറിൽ തൂറിയിടാം. എന്നിട്ട് നമുക്ക് അവിടെ ഞാൻ ഒരു കാര്യം പറ്റേ, കിഡിലും ക്രിയേറ്റീവ് ഫോട്ടോ ഐഡിയ. ഞാൻ പറയും നിന്റെ ഷോൾഡറിൽ ഈടിയായിട്ട് ഞാൻ തൂറിയിടാം.
2 സൈഡിലുമായിട്ട്. അതെങ്ങനെയുണ്ട്? അത് നല്ലൊരു ക്രിയേറ്റീവ് ഐഡിയ അല്ലേ? അങ്ങനെ ചെയ്ത് നോക്കിയാലോ? ജീവൻ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഫസിയായിട്ട് കളി കഴിഞ്ഞോ? ഫസിയായിട്ട് കളി കഴിഞ്ഞോ ബ്രോ? വാട്ട് ദ ഫക്ക് ആർ യു ടോക്കിംഗ് അബൌട്ട്? വാട്ട് ദ ഫക്ക് ആർ യു? എടാ സ്വാലിഹത്തായ ആൾക്കാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞു വരുത്തുന്ന നീയല്ലോ നായിന്ന മോനെ. എനിക്കെല്ലൊരു നാണം ഉണ്ടാടാ. അമ്മയും ഉമ്മയും പകളും ഇല്ലാടെ എനിക്കൊന്നും. നായിയല്ലോ. അതാണ് ഞാൻ പറയല്ലോ, വൃത്തിയോടെ പറഞ്ഞ എന്റെ സ്വഭാവം പറയാം. എന്റെ സ്വാലിഹായ പെണ്ണാണ്, ഒരു പാവം പെണ്ണ. ഓളെ കുറിച്ച് ഞാൻ കാര്യം പറയല്ല, എന്റെ സ്വഭാവം പറയാം. ഞാൻ ഉള്ളാടെ അടിക്കുവേ മറ്റടുത്ത വർത്താനം പറഞ്ഞാല്. പാവപ്പെട്ട വെമ്പുള്ളവരെ കുറിച്ച് അനാവശ്യം പറയാൻ പറ്റിക്കാത്ത കുറെ നായിന്റെ മക്കൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഖാദ് എന്ന തൊപ്പിയെ ഉദ്ഘാടനത്തിന് വിളിച്ച് ഗതാഗത തടസ്സമുണ്ടാക്കിയതിന് കട ഉടമയ്ക്കെതിരെ കേസ്. ഇന്നലെ വൈകിട്ടാണ് മലപ്പുറം കോട്ടയ്ക്കൽ ഒതുക്കങ്ങലിലെ തുണിക്കട തൊപ്പി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിനെ ഉദ്ഘാടനത്തിന് വിളിച്ച ഷോപ്പിന്റെ ഉടമ എന്താ തീട്ടാ തിന്നല്? തീട്ടം തിന്നുന്ന ആളുകളാണ് ഓനൊക്കെ വിളിച്ചിട്ട് ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുക. എത്ര നല്ല ആളുകളുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ. ഓനക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ കറക്റ്റ് സ്ഥലം എവിടെയെന്നറിയോ? കക്കൂസ്. ഓന്റെ സ്വഭാവം വെച്ചിട്ട് അടാ ഇവിടെ ഒരു കക്കൂസ് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. നിങ്ങ വരുവാണെങ്കിൽ ഇതാരാന്ന്? ഇയാളെ പേരെന്താന്ന്? ചങ്ങായി അയമോ കൊണ്ടോട്ടി അല്ല, ഇത് മഞ്ചേരി മജീദാണ്. ഇയാളെ മുഖം കണ്ടിട്ട് ഇയാള് തൊപ്പി അയച്ചു വെച്ചിട്ട് എടുക്കുന്നത് സംഭവം. തൊപ്പി ഇടലുണ്ട് പൊതുവെ. പറയട്ടെ, ഈ ചങ്ങായിനെ എന്തായാലും ചങ്ങായിനെ താടി കിട്ടിയില്ലെങ്കിൽ ശരിക്കും ഞാൻ കക്കൂസ് ഒരച്ച് കകുകൂടാ. ഞാൻ കാര്യം പറയല. ചങ്ങായിനെ കിട്ടുവാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇല്ലേ കാലങ്ങനെ പിടിക്കൂ. എന്നിട്ട് ഇങ്ങനെ തന്നെ പൊക്കിയിട്ട് ഇങ്ങനെ കക്കൂസിലേക്ക് ഇടുക. കക്കൂസിലേക്ക് അകത്തന്നെ ഇടുക. എന്നിട്ട് 2 തിരി ഇരിച്ച് അങ്ങനെ പെരക്കി അങ്ങ് എടുക്കുക. തീട്ട് അങ്ങ് പെരക്കി എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് എറിയുക. അതാണ് ഈ ചങ്ങായി ചെയ്യാൻ പോകുന്നത്. ജുബാർ സിയം ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നീയും ഫസിയും ലൈഫ് ലോങ് അടിപൊളിയായി സെറ്റ് ആയിരിക്കട്ടെ. താങ്ക് യു ബ്രോ. ഗോഡ് ബ്ലെസ് യു. ഐ ലവ് യു ബ്രോ. അറിയുന്ന ആദ്യമായിട്ട് നല്ലൊരു സൂപ്പർ ചാറ്റ്. താങ്ക് യു ബ്രോ. താങ്ക് യു ബ്രോ. ഐ ലവ് യു ബ്രോ. 1.420 pesos la recaudación para esta nueva edición del Superclásico del fútbol argentino. ¡Martín! ¡Gol! Allah. സസിറാം ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി ബാംഗ്ലൂരുള്ള അക്ഷയ മുകുന്ദൻ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് പറയൂ. ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത് കുറെ രോഗങ്ങളും കുറെ ഗുളികയും കുടിക്കുന്നേ. ഓക്കെ, എന്തെല്ലോ സാധനങ്ങളുണ്ട്. ഇവിടെ ഇല്ലാത്ത ഗുളികകളില്ല. ഇവിടെ ഇപ്പൊ ഒന്നും കാണുന്നില്ല. ദയവ് ചെയ്ത് പൂറ്റിലടിക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. മരിച്ചു പോകും. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഈ പ്രേതത്തിന്റെ ഇങ്ങനെ ഈ ജംസ്കെയറുകൾ, ഇങ്ങനെ പോള് മുഖത്തേക്ക് മുമ്പുള്ളതൊന്നും ഇടറ്. ഓക്കെ. റോഷൻ ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നീ ചത്താൽ ബാങ്കിലുള്ള പൈസ എനിക്ക് തരുമോ? നായിന്റെ മോനെ 5 ഉറുപ്പ്യ ഇട്ടിട്ട് നായി 5 ഉറുപ്പ്യ ഇട്ടിട്ട് എനിക്ക് ബാങ്കിലുള്ള എന്താ പിന്നെ എനിക്ക് ഇതെന്തേ കുണ്ടി? അടി ഇതാരുടെ കുണ്ടി? ഇതാരുടെ കുണ്ടി എന്ന് പറയണേ. ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി ഐ ലവ് യു. ജ്യോതി ലക്ഷ്മി. What's up, baby girl? What is up? Allah. മായിച്ചാടാ ഫസി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സോറി ഫസി. ഞാൻ വെറുതെ ആക്കിയത്. ഞാൻ തമാശ. ഫസി നീ ഇത് കാണുന്നില്ല. ഞാൻ തമാശാക്കിയത്. ഞാൻ വെറുതെ ആക്കിയത്. സോറി. റഷീദ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ബേബി ജീനിന്റെ പാട്ടിൽ ഫസിയുടെ കുണ്ടിയാവും ബ്രോ. നായണ്ണ മോനെ, അള്ളാണ് ഞാൻ പറയല. നീ എന്റെ മുന്നിൽ മറ്റേ പെണ്ണ് പെട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒറ്റൊരിക്കും കൂടി നീ അതേ മെസ്സേജ് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതേ മെസ്സേജ് നീ ഒറ്റൊരിക്കും കൂടി ഇട്. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അതേ മെസ്സേജ് ഒന്നും കൂടി ഇട്. എങ്ങനെ നോക്കിയാലും ട്രാക്ക് ചെയ്ത് നിന്റെ പൊരക്ക് വന്ന് ഞാൻ അതിന്റെ കുണ്ടി കയറ്റും. നായണ്ണ മോനെ, ഞാൻ കാര്യം അന്നാണ് മുത്ത ഞാൻ കാര്യം പറയുന്നത്. ആളൊരു മാതിരി മറ്റേടത്തെ വർത്താനം നീ പറയുന്നത് കുണ്ണ.
അത്ര പേരുണ്ടെങ്കിൽ ഒന്നും കൂടി ഇട്. ട്രാക്ക് ചെയ്ത് ഞാൻ വരും. നീ ഗൂഗിൾ പേയിലല്ലേ ഇത് അയക്കുന്നത്? ഗൂഗിൾ പേ നമ്പർ, നിന്റെ ഗൂഗിൾ പേ നമ്പർ എന്നല്ലേ നീ ഡൊണേഷൻ അയക്കുന്നത്? ട്രാക്ക് ചെയ്ത് ഞാൻ വരും. നിന്റെ റൂമിൽ വന്നിട്ട് എന്നെ പോലില്ല നിന്റെ കുണ്ടി കയറ്റി നന്നായിട്ടാ മോനെ. ഞാൻ കാര്യം പറയാം. ഏതാ നീയും ലെവൽ 5 ഹെൽമെറ്റ് ഇട്ടിട്ട് വരും തേനീച്ചക്കൂടും കൊണ്ട. എന്താ നിന്റെ തലയേനാ കറാൻ പറഞ്ഞല്ലോ. അടുത്തെന്താ മുടിയാണെന്നല്ലോ. ഇവനെല്ലാം മാനും മര്യാദക്ക് നടന്നുകൂടെ? നല്ലൊരു മുടിയെല്ലാം വെട്ടിയിട്ട് നല്ല മുടിയാക്കിട്ട് നടന്നുകൂടി എനിക്കല്ലോ. ഇവനെല്ലാം എടാ എന്തൊരു അറാൻ പറഞ്ഞവനാന്ന് ഇവനല്ലോ. എന്തൊരു ഇവനെല്ലാം മര്യാദക്ക് നടന്നുകൂടാ. സ്വാലിഹായ രീതിയിൽ നടന്നുകൂടെ ഇവനക്കല്ലോ. എജസ് നവാസ് ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. ലൈസൻസ് ഉണ്ടോ മൈരേ? ഞാൻ ഗൂഗിൾ പേ മെസ്സേജ് റിപ്ലൈ ഇല്ല. ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഡേഞ്ചർ മുത്തിന് ഒരു പെണ്ണ് സെറ്റ് ആകുമോ? നിന്റെ ഫസ് ആയാലും മതി. എനിക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ കാരണം എന്താ അറിയോ? നിനക്ക് അങ്ങനെ ഇന്നവന്റെ പെണ്ണ് ഓന്റെ പെണ്ണ് അങ്ങനെ ഒന്നുമില്ല. നിനക്ക് പെണ്ണ് പോലും ഇല്ല. നിനക്ക് എന്തൊക്കെ ഒരു കൊള്ളിയിൽ സാരി ഉറ്റിട്ട് കണ്ടാലോ, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു അയലുമ്പോ എന്തൊക്കെ ഒരു ചുരിദാർ ഉണക്കാൻ ഇട്ടിട്ട് അയലുമ്പോ ഉണക്കാൻ ഇടൂലേ, അത് കണ്ടാ വരെ നിനക്ക് തോന്നും അങ്ങനത്തെ ഒരു ഞരമ്പാന്ന്. നീ മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ കാര്യം പറയുന്നത്. നിന്റെ ഉപ്പാനെ കണ്ട ഞാൻ പറയാൻ നിൽക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഞരമ്പ് അസുഖമുണ്ട്. തെങ്ങിന് തൊളയിട്ട് അടിക്കുന്ന ഒരു മൈരനാന്ന് നീ. മനസ്സിലായോ? അതുകൊണ്ടാണ് നിനക്ക് പെണ്ണ് കിട്ടാത്തെ. അതിന് കണ്ടവന്റെ പെണ്ണിന് ഇതാക്കലല്ല. കേട്ടില്ല? സ്വന്തമായിട്ട് നീ പണിയെടുക്കൂലെന്നറിയാം. നിനക്ക് സംഭവം ഒരു പെണ്ണോട് അങ്ങോട്ട് പോയി മിണ്ടാനുള്ള ധൈര്യം പോലും നിനക്കില്ല. അങ്ങനത്തെ ഒരു മൈരനാന്ന് നീ. എന്നിട്ട് ഞരമ്പൻ എന്നിട്ട് ബാക്കിയുള്ളവരുടെ പെണ്ണിനെ കാണാൻ പോലും എനിക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രഡിക്ഷൻ ലിസ്റ്റ് 2 പറയുവാണ്. ബീന ആന്റണി ആക്ട്രസ്, ജാസ്മിൻ ജാഫർ ബ്യൂട്ടി വ്ളോഗർ, വീണ മുകുന്ദൻ ആങ്കർ, നയന ജോസൽ ഡാൻസർ, ശ്രീലക്ഷ്മി അറക്കൽ ഫെമിനിസ്റ്റ്, അമയ പ്രസാദ് ട്രാൻസ്വുമൺ, ജീവ നമ്പ്യാർ ആക്ട്രസ് ആൻഡ് മോഡൽ, മുകേഷ് എൻ നായർ ഫുഡ് ബ്ലോഗർ, അമല ഷാജി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, തൊപ്പി ഗെയിമർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, മാളവിക കൃഷ്ണദാസ് ആക്ടർ, ഇത് ഞാനല്ല. ഇതൊക്കെ ഇത് ഗെയിം കളിക്കുന്ന ഫോണാണ്. ഫോണിന്റെ ബാക്കില് സ്പ്ലിറ്റർ ഞാൻ ഒട്ടിച്ചു നോക്കും. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കളിക്കാം. ഫുൾ 24 hours ഇരുന്ന് കളിക്കാൻ വേണ്ടിട്ട്. അതായത് ഈ ഫോണിൽ ചാർജ് ചെയ്യുന്നവരെ കളിക്കാന്ന് വെച്ചാൽ 5-6 മണിക്കൂറല്ലേ കളിക്കാൻ പറ്റൂ. അതിലും കൂടുതൽ കളിക്കാൻ വേണ്ടിട്ട് ഫോണിന്റെ ബാക്കില് ഈ ചാർജറും ഹെഡ്ഫോണും ഒന്നിച്ചാക്കാൻ പറ്റുന്ന സാധനം ഞാൻ ഒട്ടിച്ചു വെച്ച് ഫോണിന്റെ ബാക്കിൽ. ഫോണെല്ലാം എന്തൊക്കെ ആയിക്കോട്ടെ ചോദിച്ചാൽ എങ്ങനെല്ലോ ഒപ്പിച്ചൊരു ഐഫോണാണ്. ആ ഐഫോണ് എന്തൊക്കെ ആട്ടും ചോദിച്ചാൽ അതിന്റെ ബാക്കിൽ സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചിട്ട് ഞാൻ സ്പ്ലിറ്റർ ഒട്ടിച്ചു വെച്ച് എന്നിട്ട് അത് കുത്തിയിട്ട് ഫുൾ ഡേ ഇരുന്ന് കളിക്കും. Bro, what the fuck is wrong with you? Bro, what the ഇതെന്തൊരു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് സത്യം എൻ്റെ പഴയ എന്നെ ഇഷ്ടമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പഴയ എന്നെ ഇഷ്ടമല്ല. ഞാൻ ഒരു കുണ്ണായിരുന്നു. സത്യം പറഞ്ഞാൽ പഴയ എന്നെ എനിക്ക് കാണുമ്പോൾ ഞാൻ ഒരു മൊണ്ണായിരുന്നു സത്യം പറഞ്ഞാൽ. മനസ്സിലായോ? എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 2-3 മാസം മുന്നുള്ള എന്നെ പോലും എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? പിന്നെ ഇതെല്ലാം കുറെ മുന്നേ ഉള്ളത്. ഈ 2-3 മാസം മുന്നുള്ള എന്നെ പോലെ എനിക്ക് എപ്പോഴാണ് 2021 ഇതെന്തൊരു മൈരാന്ന്. ഇതെല്ലാം ഞാൻ മറന്നു. ഇതെന്ത് മൈ. സ്ക്വയർ ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. ഞാൻ കക്കൂസിൽ ഇരുന്നാണ് നിന്റെ ലൈവ് കാണുന്നേ. തീട്ടം പോകുന്നില്ല. ഇത് 13/2014 തുള്ളുന്ന. ഓ, എന്നിട്ട് സൈഡില് ക്യാപ്ഷൻ മച്ചാനെ ചാടിക്കോ പട്ടി. എന്തൊരു ക്രിഞ്ചാന്നടാ പഴയ ഞാൻ കാര്യം പറഞ്ഞില്ലേ. എനിക്ക് പഴയ എന്നെ ഇഷ്ടമല്ലടാ. കിരൺ ഡൊനേറ്റഡ് 60 രൂപ ത്രൂ ഗൂഗിൾ പേ. ജിമ്മിൽ പോയിട്ട് മാറ്റമുണ്ടോ ബ്രോ? ജിമ്മിൽ പോയിട്ട് മാറ്റെല്ലാം ഉണ്ടടാ. കുറച്ച് ബോഡി കുറച്ചെല്ലാം സെറ്റ് ആകുന്നുണ്ടടാ. എന്നിട്ട് ഞാൻ കാണിക്കാം.
ബോഡി സത്യം പറഞ്ഞാൽ കുറച്ചെല്ലാം ഓക്കെ ആണിത്. എടാ ജിമ്മ് വർക്കാന്നുണ്ട്, സംഭവം വർക്കാന്നുണ്ട്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. നമുക്ക് കുറച്ച് ഫ്ലെക്സ് ചെയ്യാം. ഇതാ എന്റെ മുത്താന്റെ ഹെഡ്ഫോൺ പോയി. ജിമ്മിൽ പോയിട്ട് മാറ്റണ്ടോന്ന് ചോദിച്ചാൽ ഓക്കെ, അത്യാവശ്യം ഓക്കെ ആണല്ലോ, അത്യാവശ്യം ഓക്കെ. സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. കുറച്ച് എന്നോട് പറഞ്ഞ കുറച്ച് ഡയറ്റ് സെറ്റാക്കി അതെന്ന് പറഞ്ഞ. എന്തൊരു എടാ ഋത്തിക് റോഷന്റെ ഒരു ചെറിയൊരു ഇതുണ്ടല്ലേ. എടാ ഞാൻ പണ്ട് ആഗ്രഹിച്ച് ഇതിൽ തന്നെ ഞാൻ എത്തിയടാ. പണ്ട് ഭാരത് ജെ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. നിനക്കിപ്പോൾ ഫസിനേക്കാൾ മോല ഉണ്ട്. ഫസിനേക്കാളും മോല? അല്ലാണ്ട് ഞാൻ പറയുന്ന നായന്റെ മോനെ ഈ വേറെന്തും മയിലും പറഞ്ഞത്. ഈ ഫസീന് ഇവിടെ വന്നിട്ട് പറഞ്ഞു അല്ലാണ്ട് എന്റെ ഞാൻ നിർത്തിയിട്ടു. ഞാൻ കാര്യം അടുത്ത ഒന്നും കൂടിയിട്ട് ഞാൻ നിർത്തിയിട്ടു. ഞാൻ ഇത് നിർത്തിയിട്ടു. ഞാൻ ലൈവ് നിർത്തിയിട്ടു. ഞാൻ സത്യം പറയാലോ. അന്ന ഡൊനേറ്റഡ് 50 രൂപ ത്രൂ ഗൂഗിൾ പേ. വയറ് കുറയ്ക്കൂ ബ്രോ, നല്ല ബോറായിട്ടുണ്ട്. എടാ ഞാൻ പറയട്ടെ, ഇത് 6 പാക്കാണ് സംഭവം. ഇത് 6 പാക്കാണ്. നിങ്ങൾ ശരിക്കും നോക്കിയത് 6 പാക്ക് അതാ. 1 2 3 4 5 6 6 പാക്ക്. ഇത് 2 മടങ്ങ് ആഡ് ചെയ്യുക. ഇത് അത് കുഴപ്പമില്ല, ചെസ്റ്റ് ആയിക്കോളും. സംഭവം 6 പാക്കാണ്. നിങ്ങൾക്ക് സംഭവം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ഇതേപോലെ ആകാത്തോണ്ട് നിങ്ങൾക്ക് അസൂയാന്ന് ഞാൻ പറയും നിങ്ങൾക്ക് അസൂയാണ്. ജോർജ് ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. ഷർട്ട് ഇട് ബ്രോ, ഇങ്ങനെ കണ്ടാൽ ഫസി ഇട്ടേച്ചു പോകും. What the fuck? Within 1 month, okay, within 1 month ഈ ബോഡിയില് ശരിയായ ഋത്തിക് റോഷൻ സാധനമാക്കിയിട്ട് ഞാൻ കൊണ്ടുതരാം. ഓക്കെ, ഞാൻ വാക്ക് പറയാൻ തെറ്റിക്കില്ല. വിത്തിൻ 1 month, ഓക്കെ. സന ലത്തീഫ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. നിന്റെ പല്ലിന് ക്ലിപ്പ് ഇട് ബ്രോ. നീയെല്ലാം തൂറിച്ചാവണേ നായിന്റെ നമ്മളെ, നീയെല്ലാം തൂറിച്ചാവണേ. ഒരു മനുഷ്യന്റെ പല്ലിന് ഇതാക്കി നിൽക്ക്. ബോഡി ഷെയിമും ചെയ്തിട്ട് ഞാൻ കാര്യം പറട്ടെ, ഇവളെല്ലാം മൂഡ് എനക്കൊന്ന് കാണണം. ഇവളെല്ലാം ഇവിടെ വന്ന് സൂപ്പർ ചാറ്റും പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇവളെല്ലാം മൂഡ് എങ്ങനെയാന്ന് എനക്കൊന്ന് കാണണം. കാര്യം പറയാലോ. ഇപ്പം തോന്നുന്നു മൂടായിരിക്കും എനക്ക് തോന്നുന്നു. ഇവളെല്ലാം ഒളിച്ചു വന്നോള് എന്റെ പല്ലിനെ കളിയാക്കുന്നു. ഒരു മൂലക്ക് ഒളിച്ചു വന്നിട്ട് ഹലോ പിങ്ക് ഹെയർ കേൾക്കുന്നുണ്ടോ? എന്താ പേരെന്താ? ഋതുവാ? ഋതുക്ക് എന്താന്നൊരു ഫേസ്, ഋതുക്കൊരു എന്താന്നൊരു മസിൽ കൊടുത്തോ? കുറച്ച് മസിൽ കൂടുതലാണല്ലോ ഋതുക്ക്. ഉറങ്ങി എണീറ്റുള്ള ഒരു ക്ഷീണമുണ്ട്. നല്ല ക്ഷീണം ഉണ്ടാവും. പേര് അണ്ടിക്കോയ. പോയാട്രാ അണ്ടിക്കോയ. നിന്റെ പ്രശ്നം എന്തേര്? അതിന്റെ പേരെന്താ പറഞ്ഞ? എന്റെ പേര് എനിക്ക് പേരില്ല. എന്തേര് നീ പേരിടോ? പേരറിഞ്ഞാലേ നിനക്ക് പറ്റൂളാ. എടാ പേര് പറയാൻ ധൈര്യം പറയടാ. ഞാൻ ടി വി കയറാൻ പോയാ കേറി കഴിഞ്ഞാൽ നീ എല്ലാം തീർന്നു. നീ അങ്ങോട്ട് ചെല്ല്, നീ അങ്ങ് ചെല്ല്. ഇപ്പൊ മറ്റേ കുടുംബമല്ലേ? ഒരടി അടിച്ച് ഞാൻ ജയിച്ചു. പുറത്താണല്ലോ. പുറത്തിറങ്ങടാ. കിടന്നോ? അയ്യോ ഉറങ്ങിയാ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ തടഞ്ഞു വിടാം. മനസ്സിലായോ? ഞാൻ തടഞ്ഞു വിടാം. നീ എന്താ പറയുന്നത്? ഞാൻ തടഞ്ഞു വിടാം. അന്നാരും അടിച്ചിട്ടില്ല. എടാ ഈ തൊപ്പീനെ അടിക്കാൻ വേണ്ടി ഈ സിയോൺ സിറ്റിയിൽ ആരും പറഞ്ഞിട്ടില്ല. കേട്ടില്ല? തൊപ്പീനെ അടിക്കാൻ വേണ്ടി ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. കേട്ടില്ല? തൊപ്പി തിരിച്ചു വരും. നീ ഒന്ന് വെയിറ്റ് ആക്കുക. തൊപ്പി ഇപ്പൊ തിരിച്ചു വരും. ഇത് നിന്റെ അന്ത്യാണ് കേട്ടോ മോനെ.
ഞാൻ വാസു അണ്ണനെ വിളിക്കാൻ പോയ നീ തീർന്നില്ല. ഹലോ വാസു അണ്ണ, കാർൽ മാക്സ് എന്നെ തല്ലി. കാർൽ മാക്സ് തല്ലി എന്റെ മൂക്കില്. വാസണ്ണ എന്നെ തല്ലി. വാസണ്ണ ആ തൊപ്പിക്കാരനാണ്. ദശിക്ക് വാസണ്ണ തല്ലി. തൊപ്പിക്കാരൻ ഇത് നമ്മളെ ഇവിടെ ഒരു ഗ്യാങ്ങിന്റെ ഒരു സിറ്റുവേഷൻ വരാൻ പറ്റാത്ത അവസ്ഥയല്ല. നമുക്ക് പിന്നെ ചോദിക്കാം. ഇന്നലെ ചോദിക്കാം. മാക്സ് എടാ മാക്സാ, നാളെ പ്രതികാരം ചെയ്യും നിന്നോട്. നാളെ ആയിക്കോട്ടെ. സമയമില്ലാണ്ടായി. ഇല്ലെങ്കിൽ എന്റെ മൂക്ക് കുത്തി പൊളിക്കാൻ. എടാ മോനെ, എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഇതില് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്റെ വണ്ടി കണ്ടാ അറിയാം നിനക്ക് ഇവിടെ ഒരു പവറും ഇല്ല. നിന്റെ വണ്ടി കണ്ടാ അറിയാം. പാസ്വേഡ് വന്നാൽ നിന്നെ ചൊട്ടിയിടും. നീ ഒന്ന് വെയിറ്റ് ചെയ്യ് കേട്ടില്ല. എടാ 8585 ആരാന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാം. ഹലോ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ? അറ്റ്ലീസ്റ്റ് എന്റെ പേരെങ്കിലും അറിയില്ലടാ. നിന്റെ പേര് എന്തൊരു വൃത്തികെട്ട പേരാന്നല്ല. ഒരു മനുഷ്യൻ അറിയണോ നിന്റെ പേര്? ഇത് ഞാൻ പറയട്ടെ, നീ ഒരു 10 ആളെ മതി. ഞാൻ പോന്നു. ബൈ. ഗുഡ് നൈറ്റ്. ബൈ.